വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന ചിത്രമാണ് എൻ ജീവനെ. മലയാളത്തിലാണ് എൻ ജീവനെ, തമിഴിൽ എൻ ശ്വാസമേ. അതുപോലെ തന്നെ SKR, S അർജുൻ കുമാർ, S ജനനി ഇവര് 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. അവർ ദുബായിലാണ്. പകരം നമുക്ക് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് മിസ്റ്റർ JJ രാജൻ, അദ്ദേഹം ഈ ചിത്രത്തിന്റെ ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമാണ്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ 3ാമത്തെ തമിഴ് ചിത്രവും മലയാളത്തിൽ ആദ്യത്തെ സിനിമയുമാണിത്. അടുത്തതായി ഞാൻ സിനിമയിലെ അഭിനേതാക്കളെയാണ് ഈ ഒരു പ്രസ് മീറ്റിന് വേണ്ടി വേദിയിലേക്ക് ഏറ്റവും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ ലീല ചേച്ചി എന്ന് വിളിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എപ്പോഴും കാണുകയും അതേ സ്നേഹം നമ്മൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലീല ചേച്ചിയെ നല്ലൊരു കൈയടിയോട് കൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഹിസ് എ സീനിയർ ആക്ടർ ഇൻ തമിഴ് ഇൻഡസ്ട്രി, ചാപ്ലിൻ ബാബു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ചാപ്ലിൻ ബാലു ഓൺ സ്റ്റേജ്. നമ്മുടെ ദളപതി വിജയ് ചിത്രമായ ഗില്ലിയിലൂടെ അദ്ദേഹം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് ചെറുതും വലുതുമായ ഒരുപാട് സിനിമകളുടെ ഭാഗമാണ്. ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഏതൊരു വ്യക്തിയെയും സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് വലിയ ഒരു ആഗ്രഹം തന്നെയാണ്. ഈ ആഗ്രഹം ഇപ്പോൾ സാധ്യമായിരിക്കുന്ന 2 വ്യക്തികളെയാണ്. അവര് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ബാലതാരമായിട്ടാണ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സിനിമയിലൂടെ നായകനും നായികയുമായി എത്തിയിട്ടുള്ള ആദർശ് സാൻഡ്ര 2 പേരെയും ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. സോ നമ്മളുടെ സിനിമയിലെ മുഖ്യധാര ആൾക്കാരൊക്കെ തന്നെ വേദിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 30 മിനിറ്റ് പ്രസ് മീറ്റ്സിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. അപ്പം സിനിമയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളും സിനിമയുടെ കൂടുതൽ വിവരങ്ങളും അറിയുവാൻ വേണ്ടി എല്ലാവരും വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ മൂവിംഗ് ഓൺ ദ പ്രസ് മീറ്റ് ഓവർ ഹിയർ. താങ്ക് യു. അപ്പം നമുക്ക് ആദ്യം സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങാം. സർ, എന്താണ് ഈ സിനിമ, എന്തൊക്കെയാണ് സിനിമയുടെ ജോണർ, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മളുടെ മീഡിയ പ്രവർത്തകർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഒന്ന് അതിനെക്കുറിച്ച് പറയാമോ? ഹലോ, തീർച്ചയായും ഈ സിനിമ തുടങ്ങിയത് തന്നെ ഈ സിനിമയുടെ ഒരു തുടക്കം തന്നെ എൻ്റെ പ്രിയ സുഹൃത്തായ JJ രാജൻ സാർ വഴിയാണ് തുടങ്ങുന്നത്. അദ്ദേഹം എന്നെ പ്രൊഡ്യൂസറിൽ എത്തിക്കുന്നത്. പിന്നെ ബാലു സാറാണ് എന്നെ രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നത്. ഗോവൈ ബാലു സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, മുമ്പിലിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ഈ സിനിമയുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി, കേരളത്തിൽ നിന്ന് അഡാപ്റ്റ് പോയൊരു പെൺകുട്ടി, ഫ്രാൻസിലേക്ക് അഡാപ്റ്റ് പോയൊരു പെൺകുട്ടി തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഒരു സർട്ടിഫിക്കറ്റ് 18 വയസ്സ് തികയുമ്പോൾ എവിടെ നിന്ന് അഡാപ്റ്റ് പോയോ അവിടെ നിന്ന് ആ കളക്ടറേറ്റിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് സൈൻ ചെയ്താൽ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുമ്പോൾ ആ കുട്ടിക്ക് ഒരാഗ്രഹം തോന്നുകയാണ്, സ്വന്തം അച്ഛനും അമ്മനെന്ന് കാണുന്നത്. അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതിലേക്ക് സഹായിക്കുന്നതായിട്ടാണ് ഹീറോയിൻ്റെ റോള്. സിനിമ നല്ല രീതിക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രസ് സുഹൃത്തുക്കളും ബാക്കി എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ സിനിമ എൻ്റെ മൺമറഞ്ഞു പോയ അമ്മ, എൻ്റെ പിതാവ്, എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ കൂടെ ചെയ്ത എൻ്റെ ഗുരു ഉൽപ്പത് സാവൻ, മറ്റു ഗുരുക്കന്മാർ, പിന്നെ എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ മുന്നിലിരിക്കുന്ന ശശി അയ്യഞ്ചർ സാറ്, കണ്ണൻ സാറ്, സുധീർ സാറ്, ഇവരെ എല്ലാവർക്കും
അതുപോലെ തന്നെ ഈശ്വരനും ബാക്കി ഓഡിയൻസിനും ഞാൻ സമർപ്പിക്കുന്നു. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള മിസ്റ്റർ JJ രാജനാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സിനിമയുടെ കോ ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറും കൂടെയാണ്. സോ അദ്ദേഹത്തിന് എന്താണ് പറയാനായിട്ടുള്ളത്? അദ്ദേഹം ബേസിക്കലി ഈസ് എ തമിഴ് അല്ലേ, അപ്പം മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. സർ, ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും ഒപ്പം തമിഴിൽ സംസാരിച്ചാൽ മതി അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പം സാർ എന്താ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യം പിന്നെ ഈ പടം மணிபிரசாத் என்ற ஃப்ரெண்டு எனக்கு கோவை பால் இன்ட்ரடியூஸ் செய்தார். நல்ல ஒரு டிஓபி, நிறைய படம் பண்ணியிருக்காரு. அப்படிங்கும்போது என்னுடைய ஃப்ரெண்டு தான் எஸ்கேஆர் அப்படின்னு சஞ்சய்குமார் ரெட்டி. அவர்கிட்ட எஸ்கேஆர் மூலமாக இன்ட்ரடியூஸ் பண்ணால் அவர் கதை பிடிச்சோன்னா சடன்லி பண்ணார். ஏகப்பட்ட சப்போர்ட் பண்ணார். என்ன வேணாலும் ஓகே, பாம்பே எடுக்கணும் ஓகே, இது வேணும் சார் ஓகே. எல்லா டெக்னீஷியன்ஸும் பக்கா ஒர்க்கு, எல்லாமே எக்ஸ்பீரியன்ஸ்டு. மலையாள ஃபீல்டு எல்லாத்தையும் ஒர்க் பண்ணோம். மேக்கப்லேருந்து எல்லாமே பக்கா டெக்னீஷியன்ஸு. படம் நல்லா வந்திருக்கு. இதோட ஹீரோயின்ஸு நம்ம நிகழ்ச்சியெல்லாம் ரொம்ப அருமையாக பண்ணியிருக்காங்க. எல்லாம் ஆல் ஆர்டிஸ்ட் வந்து பக்கா. ஸோ வந்து படம் நல்லா ஜெயிக்கும். சாங்லேயும் ஃபோட்டோகிராஃபிக்கு பக்கா வந்திருக்கும். நல்லா ஜெயிக்கும், விஜயிக்கும். ഓക്കെ, നന്ദി, നമസ്കാരം. ചേച്ചിനെ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ വെയിറ്റ് ചെയ്യുന്നത്. ചേച്ചിക്ക് എന്താണ് സിനിമയെക്കുറിച്ച് പറയാനായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. സിനിമയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ സിനിമയുടെ പേര് കേട്ടില്ലേ, എൻ ജീവന്. അപ്പം മണിപ്രസാദിൻ്റെ ജീവനാണ് അത്. ആ പേര് പോലെ തന്നെ അവൻ്റെ ജീവനാണ്. അവൻ അതുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവന് എല്ലാ കാര്യത്തിലും ഒരു പ്രൊഡ്യൂസറെ കൊടുക്കാനും അന്ന് തൊട്ട് ഇന്ന് വരെ കൂടെയുള്ള ഇവർക്കൊക്കെ തന്നെ നമ്മൾ ആദ്യം നന്ദി പറയണം. പിന്നെ എനിക്കിതിനകത്ത് വന്നത് നല്ലൊരു ക്യാരക്ടറാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് ഉൽപ്പൽ സാറിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന സമയത്തുള്ള പരിചയമാണ് എനിക്ക്. അന്ന് തന്നെ അവൻ ചെയ്യുന്ന ഒരുപാട് വർക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ കൂടെ. പക്ഷേ അവൻ ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും മറക്കാതെ അവൻ തനിച്ച് ചെയ്യുമ്പോൾ അവൻ എന്നെ വിളിച്ചു വന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞ വാക്കുകളെല്ലാം അവൻ നിറവേറ്റി. ഇനി സിനിമയാണെങ്കിലും നല്ല ഒരു കഥയാണ്. എനിക്ക് കിട്ടിയ ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടർ. ഇത് നടക്കുന്ന കാര്യങ്ങളാണ്, സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. ഞങ്ങൾ അഭിനയിച്ചവരും അല്ലെങ്കിൽ ഡയറക്ടറും മറ്റുള്ളവരും ഇത് പറഞ്ഞു തന്നുകൊണ്ട് മാത്രം കാര്യമായില്ല. എല്ലാവരും കാണണം. അവൻ്റെ ജീവൻ തന്നെയാണ് എൻ ജീവനെ എന്നുള്ള സിനിമ. ഒത്തിരി നടക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്കും കിട്ടി. ഒരുപാട് നന്ദി പറയണേ. ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്. അതുപോലെ ഇതിൽ പുതുമുഖങ്ങളാണ് നായകനും നായികയും. പക്ഷെ അവർ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം, എൻ്റെ പ്രത്യേകിച്ചും. കാരണം ഒത്തിരി നന്നായി ചെയ്തിട്ടുണ്ട് അവർ. കഴിവിൻ്റെ അപ്പുറം വേണം പറയാൻ. ഒരു പുതിയ കുട്ടികളാണ് അത് ചെയ്തതെന്നുള്ളത് ഒരു പടം കാണുന്നവർക്കാർക്കും അറിയില്ല. ഞങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. എന്തായാലും എല്ലാവരും പടം കാണണം. അവൻ്റെ ജീവനെ നിലനിർത്തണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി. ആൻഡ് ആദർശൻ സാൻഡ്ര, എനിക്ക് തോന്നുന്നു സിനിമ റിലീസാവുന്നതിന് മുന്നേ തന്നെ കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. അതും ചേച്ചിയുടെ ചേച്ചിയിൽ നിന്നും ഇത്രയും വലിയൊരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ രണ്ടുപേരും അഭിമാനിക്കുക. അതിനൊരു സ്പെഷ്യൽ കൈഡി കൊടുത്താൽ നമുക്ക് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്. ആൻഡ് നായികയും നായകനുമായി ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതിനു മുന്നേ ക്യാമറയിൽ ബാലതാരമായിട്ട് അവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സിനിമയുടെ ത്രെഡ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് പേരായിട്ടാണ് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഥാപാത്രത്തിനെ കുറിച്ചും ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും എന്താണ് അവിടെ പറയാനായിട്ടുള്ളത്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച മണി സാറിനും അതേപോലെ SKR സാർ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി.
പിന്നെ കോ ആർട്ടിസ്റ്റ് ആദി, പിന്നെ അതേപോലെ അമ്മയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ചെയ്ത ചില പോർഷൻസ് നന്നായിട്ടുണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞു. അറിയത്തില്ല, നിങ്ങൾ തന്നെ കണ്ടുപറ്റിയ അഭിപ്രായം എല്ലാവരും പറയണം. അപ്പം അങ്ങനെ ആ ഒരു സീൻസൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയത് എൻ്റെ ഓപ്പോസിറ്റ് നിന്ന് അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഓപ്പോസിറ്റ് വെക്കുന്ന ഞാനും കരഞ്ഞു പോകും. നോർമലി നാച്ചുറലി അങ്ങനെ വരുമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നന്ദി, താങ്ക് യു. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് എല്ലാവരും ഇവിടെ വന്നതിന്. ഞാൻ ക്യാരക്ടർ പ്ലേ ചെയ്ത ആദി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്തത്. എക്സ്പീരിയൻസിനെ പറ്റി പറയാ വെച്ചാൽ അതിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് മണിപ്രസാദ് സർ ഇന്ന ഈ ഒരു ക്യാരക്ടറിൽ സെലക്ട് ചെയ്തതിന്. മോഹൻ അങ്കിൾ, ഓൾ ദ ക്രൂ മെമ്പേഴ്സ്, ആക്ച്വലി ക്രൂ മെമ്പേഴ്സ് അല്ല, ആക്ച്വലി എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്. സോ എനിക്ക് ഒട്ടും ഒരു ഔട്ട്സൈഡർ മാതിരി ഫീൽ ചെയ്തതേ ഇല്ല. എക്സ്പീരിയൻസിനെ പറ്റി പറയാ വെച്ചാൽ വളരെയധികം രസമായിരുന്നു. ഫൈറ്റ് മാസ്റ്റർ എന്നെ കുറെ സഹിച്ചു, ഫൈറ്റിനെങ്കിൽ ഡാൻസ് മാസ്റ്റർ കുറെ മിസ്റ്റേക്സും അതും ഇതും എൻ്റെ കുസൃതും കുറുമ്പും വിഷ്ണുക്കളും എല്ലാവരും എന്നെ കുറെ സഹിച്ചു. ബട്ട് ആഫ്റ്റർ ഓൾ അവരെല്ലാവരും എന്നെ ഒരു മോനെ പോലെ കണ്ടത്. ഓൾസോ ലീല ചേച്ചി എൻ്റെ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അതേപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അംബിക ചേച്ചിക്ക് വരാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. സാന്ദ്ര ആക്ച്വലി ഒരു നല്ലൊരു ക്ലോസ് ഫ്രണ്ടിനെ കിട്ടിയെന്ന് എനിക്ക് പറയാം ഫ്രം തൃശ്ശൂർ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് ടീം. ബാലു സർ, താങ്ക് യു വെരി മച്ച്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്. ബാലു സർ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ്. വിത്ത് ഓൾ ദ ലവ് ആൻഡ് റെസ്പെക്ട്, എന്താണ് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? அனைவருக்கும் வணக்கம். மலையாளம் வராது, தமிழ் ஒய்ஃப் மலையாளம் தானே, தமிழ் தானே பேசுகிறேன். நான் மலையாளம் எனக்கு பேச மாட்டேங்கிறேன். அந்தருக்கு நமஸ்காரம். കുറച്ച് மலையாளம் அறியும், மலையாளம் புரியும். எனக்கு எவ்வளோ படங்கள் தமிழில் பண்ணாலும் மலையாளத்தில் பண்ணணும் அவ்வளோ ஒரு ஆசை. ஏன்னா மலையாள படம் எல்லா படம் பார்த்துருக்கேன் நான். அந்த அவங்களுடைய ஸ்க்ரீன் பிளே, அவங்களுடைய நேரேஷன், அந்த கதை ஸ்டைலு, அந்த ஆக்டிங், அந்த எல்லாமே இப்போ ரிலீஸ் ஆன இப்போ மஞ்சுளம் பாய்ஸ்லேருந்து சகோதரிகளில் இளவலா பூச்சரம், பூமன், கொச்சாள், மைனிவி சரகன், ஜெய் 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 ஹே, இவ்வளோ படங்கள் எல்லா படங்களும் பார்த்துருக்கேன். அப்போ ஒரு படம் மலையாளம் நடிக்க மாட்டோம்னு ஆசைக்கிட்டு இருந்தேன். அப்போ ராஜன் மூலிமா மணிபிரசாத் பழக்கம் கிடச்சிது. இந்த படத்தில் ஒரு நல்ல கேரக்டர் கொடுத்துருக்காரு. ஒரு சின்ன கேரக்டர் தான் போனேன், என்னை பார்த்துட்டு கேரக்டர் போட்டுருக்கேன், லென்த்தாக கொண்டு வந்துட்டாரு. ரொம்ப தேங்க்ஸ் மணிபிரசாத்தா. நிறைய மலையாள படங்கள் பண்ணுறப்ப எனக்கு கூப்பிட்டாருங்க, கண்டிப்பாக வந்து பண்ணுறேன் நான். அதே மாதிரி இந்த படம் வாய்ப்பு கிடைக்கிறதுக்கு ராஜன் சார் தான் காரணம், அவருக்கு நன்றி. அதே மாதிரி இந்த தயாரிப்பாளர் வந்து இந்த மாதிரி தயாரிப்பாளர் நமக்கு வேணும். ஏன்னா அவர் ஸ்பாட்டுக்கே வரமாட்டார், என்ன வேணாலும் ஆட்டோமேட்டிக் கொடுத்துட்டே இருப்பார். எங்கிட்ட ஒரு வார்த்தை சொன்னார், கஷ்டப்பட்டு நடிகர்கிட்ட சொல்லுங்கள், நம்ம வாய்ப்பு கொடுப்போம். நிறையா அந்த மனசுக்கான இந்த படம் ஓடும். அதனால் வந்து இந்த படம் வந்து மலையாள படம்னாலே மெண்டலாக வந்து இந்திய அளவில் பேசப்படுறவங்க தான் இருக்கும். அந்த கதையாக இருக்கட்டும், எதாக இருக்கும். இந்த படம் வந்து இந்த 2 பேர் பக்கத்தில் வந்துருக்காங்க இல்லையா, அவங்களுடைய சாங்ஸ் எல்லாம் பார்த்தேன் நான். ரொம்ப அவ்வளோ யூஸ்ஃபுல்லாக இருந்தது. ஆனால் எல்லோரும் இந்த படத்தை என்கரேஜ் பண்ணுங்கள், பத்திரிகை நண்பர்கள் சப்போர்ட் பண்ணுங்கள். உங்கள் மூலிமா சப்போர்ட் பண்ணால் தான் இந்த மாதிரி நிறைய படங்கள் வரும். தயாரிப்பு நிறைய படங்கள் பண்ணுவார். நம்ம டெக்னீஷியன்ஸுக்குள்ளே நல்ல வாழ்க்கைக்கு நான் வளமாக இருக்குன்னு இந்த வாய்ப்புக்கு நன்றி கொள்கிறேன். நன்றி, വണക്കം. ബാലു സർ, ഇതൊരു തുടക്കമായിരിക്കട്ടെ. ഇനി ഒരുപാട് മലയാള സിനിമകളുടെ ഭാഗമാകട്ടെ എന്നുകൂടി ഈ ഒരു വേദിയിൽ വിഷയമാണ്. വിഷയം ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് തമിഴനായ അദ്ദേഹത്തോട് ഞാൻ മലയാളം പറയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മലയാളം മനസ്സിലാവും. ബിക്കോസ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇറ്റ്സ് മലയാളി അല്ലേ, ഒരു മലയാളിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മലയാളം മനസ്സിലാവും. അപ്പം ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നതിൽ. ഇനി നമ്മളുടെ മീഡിയ സുഹൃത്തുക്കൾക്ക് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു സമയമാണ്. സോ പ്ലീസ്. എൻ ജീവന് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു റൊമാൻറ്റിക് ചിത്രമാണെന്നൊരു ഫീലിംഗ് തന്നെ ഉണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു റൊമാൻറ്റിക് ചിത്രമാണെന്നൊരു ഇത്. അപ്പോൾ ആദ്യമായി ചെയ്യുന്ന ഒരു ചിത്രം ഇങ്ങനെ ഒരു ജോണർ എടുക്കാൻ കാരണം എന്താണ്? റൊമാൻറ്റിക് മാത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിലി സബ്ജക്റ്റ് കൂടിയാണ്. എന്താ പറയുക, സ്നേഹബന്ധങ്ങൾ. നമ്മൾ ഒരു ഞാൻ നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത് ഒരു നിമിത്തമായിട്ടും എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മറ്റേ നിമിത്തത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ചെയ്തു. അതുപോലൊരു ക്യാരക്ടറാണ് ഫ്രാൻസിൽ നിന്ന് വന്നിട്ട് പാലക്കാട്ടുകാരനായ ഹീറോയിനെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വരുന്നത്.
അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് ഒരു കല്യാണം കഴിക്കാൻ ഇതിലേക്ക് എത്തുന്ന ഒരു ട്രാവലാണ്. പിന്നെ ഈ പടത്തിൽ ത്രൂ ഔട്ട് കേരളത്തിൽ അങ്ങുമൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്, എക്സാഗ്രേഷനായിട്ട് ഒന്നുമില്ല. നടന്ന സംഭവങ്ങൾ പത്രത്തിൽ വന്ന റിപ്പോർട്ടുകളും എല്ലാം അങ്ങനെ എല്ലാം കൂടി ഒരു ആകത്തുകയാക്കിയിട്ട് ഒരു സിനിമയുടെ രൂപത്തിൽ ഞാൻ എത്തിച്ചു. ബാക്കിയെല്ലാം പ്രേക്ഷകരായ നിങ്ങൾ കണ്ട് വിലയിരുത്തിട്ട് അതിൻ്റെ കുറവുകളും കുറ്റങ്ങളും എല്ലാം തുറന്ന് പറയാം. എല്ലാം പറഞ്ഞാലേ നമുക്ക് അടുത്ത സിനിമകളിൽ അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നന്ദി, നമസ്കാരം. 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 ചേച്ചി കുറച്ചൊക്കെ പറയുന്നുണ്ട് മലയാള സിനിമയിൽ കുറെ നാളത്തിന് ശേഷമായി ഇങ്ങനെ ഒരു കഥാപാത്രം ഉടനീളം കിട്ടുന്ന ഒരു കഥാപാത്രം കിട്ടുന്നതാണ്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ മലയാള സിനിമയിൽ ഒരു ഉടനീളം കിട്ടുന്ന ഒരു കഥാപാത്രം കിട്ടുന്നില്ല എന്നുള്ളത്? ഉടനീളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ കൂതറ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് അരി മേടിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ. കാരണം അങ്ങനത്തെ വേഷങ്ങൾ ആണ്. പക്ഷെ എനിക്ക് രണ്ട് കാര്യം മാത്രമേ വേണ്ടൂ, തുണിയും വേണം പണവും വേണം, വേറൊന്നും വേണ്ട. കൂതറ വേഷം ഞാൻ പറഞ്ഞാലും ഒരു മുട്ടിൻ്റെ താഴെ വരെ തുണി വേണം, പിന്നെ പണവും വേണം. അപ്പോൾ എന്ത് വേഷം ചെയ്യും. പക്ഷേ ഇത് ഞാൻ ഇത്ര നല്ലൊരു ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കസ്തൂരിമാനാണ് പറയത്തക്കൊരു മൂവി ആദ്യത്തിൽ ഞാൻ ചെയ്യാൻ, പക്ഷെ അത് ഇതുപോലെ അല്ലായിരുന്നു. കണ്ടവരെല്ലാവരും പറയും, ബാക്കി ഇനിയിപ്പം പറയണില്ല അതിനെക്കുറിച്ച്. പക്ഷെ എന്തായാലും ഇത് എനിക്ക് നല്ല ഒരു എന്താ പറയുക, എന്തെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നൊരു വേഷമാണ് കിട്ടിയത്. ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇനി മണി പറഞ്ഞതുപോലെ തന്നെ കണ്ട് നിങ്ങളെല്ലാവരും പറയാം, തെറ്റെന്താണ് കുറ്റം എന്താണെന്നുള്ളത് പറയാം. അപ്പോഴല്ലേ ഇനി ശരിയാക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം കാണുമ്പോൾ എനിക്ക് തോന്നും ഒന്നും കൂടി ശരിയാക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്നും കൂടി പറയായിരുന്നു, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും. കല ഒരിക്കലും പൂർത്തിയല്ലല്ലോ. അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് തന്നതിന് ഞാൻ മണിയോട് ഒരുപാട് നന്ദി പറയാണ്. ഇത്രയും ഒരു ക്യാരക്ടർ അവൻ എനിക്ക് തന്നില്ലേ. അതായത് എൻ്റെ കഥയൊന്നും പറയുന്നില്ല, പക്ഷേ കുട്ടിയെ ദത്ത് കൊടുക്കുന്നു. ആ ദത്ത് കൊടുക്കാനുള്ള കാരണം അതൊക്കെ ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാന്ന് അറിയില്ല, അപ്പോൾ ആ കുട്ടീനെ അറിയിപ്പിക്കുന്നില്ല. അങ്ങനെ ദത്ത് കൊടുക്കുന്നു, പിന്നെ അവർ തിരിച്ചു വരുന്ന കഥകളും, പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുക. എല്ലാവരും പടം കാണുക, അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചേച്ചി തമിഴിൽ അഭിനയിക്കുന്ന സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഇമോഷൻസ് ഉള്ള പടങ്ങളാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നോക്കിയാലും വിശാലമുള്ള പടങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വൈറലായി കൊടുക്കുന്നു. പക്ഷെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു കഥാപാത്രങ്ങൾ മലയാളികൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതേപോലത്തെ ഒരു കഥാപാത്രം നന്നായി. ഇനി അത് ഞാൻ പറഞ്ഞിട്ട് വേണം, ആരെങ്കിലും എന്തെങ്കിലും ഒരു വേഷം തരാന്ന് വിചാരിച്ചാൽ അതില്ല എന്ന് പറയാനല്ലേ. അല്ലെങ്കിലേ പാരയുടെ കൂട്ടാണ് എനിക്ക്. ഇനിയിപ്പോൾ പോരാത്തത് നിങ്ങളും തന്നോളൂ. വിശേഷമായി മോനെ അങ്ങനെ ഒരു തോന്നലേ തോന്നുന്നില്ല എനിക്ക്. കിട്ടുന്നതെല്ലാം നല്ലത്, കിട്ടുന്നതെല്ലാം വലിയ ക്യാരക്ടർ, അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ അങ്ങനത്തെതെങ്കിലും അങ്ങനത്തെ കിട്ടട്ടെ. അരി മേടിച്ച് പോകണ്ടേ മോനെ. 95 വയസ്സ് അമ്മയാണ്, 95 വയസ്സായി അമ്മേനെ എനിക്ക്. അതിന് കഞ്ഞി കൊടുക്കണം. അത് ഈ സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് മാത്രം ഏത് വേഷം തന്നാലും ചെയ്യും. തുണിയും വേണം, പണവും വേണം. എല്ലാവർക്കും നമസ്കാരം. പുതിയ ഹീറോയിനോടാണ്. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായി ചെയ്യുന്നൊരു ചിത്രമാണ്, അപ്പോൾ അതിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സ്റ്റോറി കേട്ടപ്പോൾ, ഈ കഥാപാത്രം കേട്ടപ്പോൾ എന്താണ് ഫസ്റ്റ് മൈൻഡ് വന്നത്? ഫസ്റ്റ് മൈൻഡിൽ വന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു. സ്റ്റോറി സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കരഞ്ഞായിരുന്നു. കുറച്ച് ഇമോഷണലി വീക്കുമാണ് പേഴ്സണലി ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കാ അറിയില്ല. സ്റ്റോറി കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഒരു ഇമോഷണൽ കണക്ഷനുള്ള നല്ലൊരു മൂവിയാണ്. അല്ല, നീ കരഞ്ഞു എന്നാണോ മനസ്സിലാവും എല്ലാവർക്കും? സ്റ്റോറി കേട്ടപ്പോൾ കരഞ്ഞു തന്നെ ഉദ്ദേശിച്ചത്. സ്റ്റോറി കേട്ട് കറിയാൻ മാത്രമല്ല, ഞാൻ സ്റ്റോറി പറിച്ചു നിർത്തി, എന്നിട്ട് ചായ വെള്ളമൊക്കെ കൊടുത്ത ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്തു. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ലക്കിയാണ് ഈ ഒരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയത്. സാന്ദ്ര പറഞ്ഞ പോലെ തന്നെ വളരെ ഇമോഷണലി ടച്ച് ആവുന്ന ഒരു സ്റ്റോറിയാണ്. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.
ചേച്ചി അതെ 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 ഇത് ഇവിടെ ഞാൻ വെച്ചു. ചേച്ചി മലയാളത്തിലെ ചേച്ചീനെ നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കിടിലൻ ഡയലോഗുകൊണ്ടാണ്. അപ്പം ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കടകൻ സിനിമയിലാണെങ്കിലും ചേച്ചിയുടെ അധികം ഡയലോഗുകളില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്? ഒന്നു മോളെ, ഞാൻ തിരഞ്ഞെടുക്കണതല്ല. എന്നെ വിളിച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ ചാടി പുറപ്പെട്ട് പോണതാണ്. ആരും തിരഞ്ഞെടുക്കണമൊന്നുമില്ല. ഇപ്പം കടകനിൽ അത്രയെങ്കിലും ഉണ്ടല്ലോ. ഇപ്പൊ വേറൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വായ തുറന്നിട്ടുണ്ട്. അത് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കുട്ടി. ക്യാരക്ടറിൻ്റെ വലിപ്പചെറുപ്പൊന്നും നോക്കുന്നില്ല. ഏതാണോ നമുക്ക് കിട്ടുന്നത്, ജീവിക്കണ്ടേ, വേറെ ഒരു തൊഴിലും അറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന വേഷം ചെയ്യുക, പൈസ വാങ്ങുക, മാമുണ്ണ, അമ്മയെ പോറ്റുക, മെയിനായിട്ട് അതാണ്. മലയാളം മനസ്സിലാവില്ലല്ലേ സാർ? സാർ, തമിഴിലും മലയാള സിനിമകൾ ഇപ്പോൾ നല്ല രീതിയിൽ കയറി വന്നിരിക്കും. മഞ്ഞുവൽ ബോയ്സ് അപ്പം ശരിക്കും അത് നോക്കുമ്പോൾ അതുപോലത്തെ പടങ്ങൾ ഇച്ചിരി കൂടെ ക്രിയേറ്റീവായിട്ട് തമിഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അത്ര എക്സ്പീരിയൻസ് ആയിട്ടൊരു ആക്ടറാണ് താങ്കൾ. അതേപോലത്തെ സിനിമകൾ, അതായത് ഗുണപോലത്തെ കമലഹാസൻ സാർ ഞെട്ടിച്ച പടങ്ങളാണ്. അപ്പം ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടർ എന്ന നിലയിൽ അത് നോക്കുമ്പോഴേക്കും അത് ഇൻഡസ്ട്രി വളരുന്ന രീതി ഉണ്ടല്ലോ. അപ്പം എടുക്കുന്ന കണ്ടന്റ് ആയാലും അതേപോലത്തെ രീതിയിലുള്ള കണ്ടന്റുകൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിലായില്ല? അതായത് സാർ ഇപ്പൊ എടുക്കുന്ന ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഇപ്പൊ അത് ഐഡന്റിക്കൽ അല്ലെങ്കിൽ നോട്ടബിൾ ആകുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ആയാലും ഇപ്പൊ നല്ല രീതിയിൽ അത് എന്റെ കണ്ടന്റ് ആണ് എന്റെ ഇത് അല്ല. അപ്പൊ തമിഴിലെല്ലാം അത്ര നീ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചൂസ് ചെയ്യുന്ന കഥാപാത്രം അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ സാറ്? ഉണ്ട് സാർ. അതായത് இப்போ எனக்கு பண்டு எல்லா படமே வந்து நல்ல கேரக்டர் தான் பண்ணிட்டு இருக்கேன். காமெடிக்கு நல்லா பண்ணிட்டு இருந்தேன். எப்படி மலையாளம் வந்து இப்போ நம்ம சினிமாவுக்கு வந்து மொழி கிடையாதுங்கிறதுக்கு உதாரணம் வந்து மஞ்சள் போயிடுச்சு. பயங்கர கிட்டாங்க. காரணம் வந்து அவங்க மொழியை பார்க்க ஒரு படமாக பார்க்குறாங்க. அந்த கண்டென்ட் வந்து மக்கள் மைண்டில் ஏறிடுச்சு. அதனால் அந்த படம் செமக்கிட்டாயிருக்கு. ஸோ மலையாள படத்துக்கும் தமிழ் படத்துக்கும் வித்தியாசம் என்னென்னா, இங்கே ஸ்க்ரீன் பிளே ரொம்ப நல்லா ஒரு கேரக்டர் வந்து கரெக்டாக டீப்பாக ஆழமாக போய் வந்து அந்த கதையை கொண்டு வருவாங்க. அசால்ட்டாக விட்டுற மாட்டாங்க. எந்த ஒரு கேரக்டர் இருந்தாலும் வேஸ்ட் பண்ண மாட்டாங்க. எல்லா கேரக்டரும் பேசப்படுவாங்க. தமிழில் அதே மாதிரி வந்துக்கிட்டு இருக்கேன். நான் இப்போ தமிழில் வந்து இப்போ நிறைய சீரியஸான கேரக்டர் பண்ணிக்கிட்டு இருக்கேன். இதில் வந்து சீரியஸ் காமெடி ரெண்டுமே கலந்து கொடுத்துருக்காங்க. அப்படி நான் கலந்து பண்ணிட்டு இருக்கேன். മലയാളത്തിൽ ചെയ്യുമ്പോൾ ഇനി എങ്ങനത്തെ കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം? മലയാളത്തിൽ ചെയ്യുകയാണെങ്കിൽ மலையாளத்தில் எந்த கட்டுட்டம் பண்ணலாம். இங்கே ஒரு ஆர்டிஸ்ட்னு ஒரு தனியாக ஒரு இது கிடையாது. எல்லா கேரக்டர் எல்லாமே பண்ணுறாங்க. ஒரு கேரக்டர் அந்த கேரக்டர் காமெடி பண்ணுறாங்க, வில்லனும் பண்ணுறாங்க, சீரியஸ் பண்ணுறாங்க, ஓல்டு கட்டம் பண்ணுறாங்க, யங் கட்டம் பண்ணுறாங்க. ஒரே கேரக்டர். உதாரணம் ஸ்டார்ஜ் வச்சு கூட இல்லையா, அவர் காமெடினா வந்தார் சினிமா. இன்றைக்கி அவர் ஹீரோ ஆகிட்டார். அந்த மாதிரி நிறைய ஆர்டிஸ்ட். இப்போ வந்து கேரளா கிரைம்னு ஒரு வெப்சீரிஸ் வந்து பார்த்தீங்கன்னா ஒரு ஹீரோ வந்து ஆக்சுவலாக பேசிக் காமெடி அவர் நீங்கள் அந்த மாதிரி நிறைய படங்கள் இருக்குது. இங்கே எல்லா கேரக்டர் எல்லாமே பண்ணுறாங்க. எனக்கு இங்கே வாய்ப்பு கிடைச்சா மட்டும் போதும். இதுதான் தான் வேணும்னு கேட்கல நான். ചേച്ചി ഇപ്പൊ പറഞ്ഞു കിട്ടുന്ന ക്യാരക്ടേഴ്സുകൾ ചെയ്തു പോവുക എന്നുള്ളത് വേറൊന്നും നോക്കാറില്ല. ഇപ്പൊ മലയാള സിനിമയില് ആക്ടേഴ്സിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പൊന്നു മോളെ, നിങ്ങൾ എന്നെ കൊണ്ട് ഈ പാര തന്നെ എനിക്ക് തരില്ലേ? ആരെങ്കിലും വിളിക്കാനിരിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അത് നിർത്തും. ഇവിടെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വെച്ചതുണ്ടെങ്കിൽ അത് മാറ്റിക്കണ്ട. അങ്ങനെയൊന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാരക്ടർ എഴുതി വരുമ്പോൾ അത് ആർക്കാണോ എൻ്റെ പേര് മനസ്സിൽ പറയാൻ തോന്നിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയുകയാണ് ഞാൻ. നമുക്കറിയില്ലല്ലോ അവരെങ്ങനെയൊക്കെ എഴുതുമ്പോൾ അവർ പറഞ്ഞ് മറ്റവരോട് ചോദിച്ച് മറ്റവരോട് ചോദിച്ച് അങ്ങനെ അഭിപ്രായം ചോദിച്ച് ചിലത് അവസാനം എന്നിലേക്ക് എത്തും, അല്ലെങ്കിൽ നമ്മളിലേക്കോട്ട് എത്തൂല്ല. എത്തിയത് നമ്മൾ വാങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാണ്. പറയാതെ തന്നെ പ്രശ്നം മോളെ, പിന്നെ പറഞ്ഞാൽ കാര്യം പറയാനുണ്ടോ? കണ്ട രണ്ടുപേര് നോക്കിച്ചിരിക്ക ഇരിക്കടി തരാ. ഞങ്ങള് ഒരെണ്ണത്തിന് വിളിക്കണം എന്നുണ്ടായിരുന്നു, അത് ഇതോടുകൂടി കട്ട് ചെയ്തു. പൊന്ന് സാറന്മാരെ. ചേച്ചി ഇവിടെയാണ് ഞാനാണ്. ഇവിടെ 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 അല്ല, റൈറ്റിലേക്ക് നോക്കി. അഭിപ്രായ സ്വാതന്ത്ര്യം മലയാള സിനിമയിൽ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം പല കാര്യങ്ങളും ഇതുപോലെ വെട്ടി തുറന്ന് പറയുന്നതിന്റെ പേരില് സിനിമകളിലെ റോളുകൾ കുറയും എന്നൊരു പേടി ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പേടി വരാനൊന്നുമില്ല, കുറഞ്ഞുവല്ലോ. പണ്ട്
പണ്ട് മുകേഷ് എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ചേച്ചി തന്നെയാ പാരല്ലേന്ന്. അതേ മോനെ എനിക്ക് ഞാൻ തന്നെയാ പാരാന്ന് പറഞ്ഞു. കാരണം ഉള്ള കാര്യം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് ഭാര്യയായി, അതാർക്കും പിടിക്കൂല. കുറഞ്ഞു വന്നു എന്ന് ഇനി തോന്നാനെന്താ? ആ തമിഴ് പടം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിഷം കൊടുത്ത് ഞാനും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ. സത്യം പറയാം, ഞാൻ കാര്യം പറയാം, മലയാളത്തിൽ വർക്കേ ഇല്ല. കാരണം വളരെ കുറവാണ്. ഇടയ്ക്ക് ആ തമിഴ് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകണം. 95 വയസ്സായ ഒരു അമ്മയാണ് എനിക്കുള്ളത്. മക്കളില്ല, ഭർത്താവില്ല, സഹോദരന്മാരില്ല, ഒരു സഹോദരനുണ്ട്, ഇല്ല പറയാൻ പറ്റില്ല, അവന് ബ്ലഡ് ക്യാൻസറാണ്. ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റുക. എനിക്ക് സർവസ്വവും എൻ്റെ അമ്മയാണ്. ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ശരി, എൻ്റെ അമ്മയെ സുഖമായിട്ട് നോക്കണം, അതിനുള്ള വർക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ദൈവം തരുന്നുണ്ട്. അതിനിപ്പോൾ തമിഴല്ല, കന്നഡയല്ല, തെലുങ്കല്ല, മറാഠിയല്ല, എന്ത് കിട്ടിയാലും ഞാൻ പോകും. എങ്ങനെയെങ്കിലും ഇപ്പോൾ ഞാൻ അതിനെ ഒപ്പിച്ച് ഞാൻ എന്തെങ്കിലും കാട്ടും. ഡയലോഗ് അവർ പറഞ്ഞോളൂ. ചേച്ചിയുടെ ഒക്കെ കാലഘട്ടത്തിൽ സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. മുമ്പത്തെ കാലഘട്ടത്തിൽ മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം വലിയ സിനിമ, ചെറിയ സിനിമ എന്നൊരു കാറ്റഗറി വന്നിട്ടുണ്ട്. അപ്പൊ അതിനോട് ചേച്ചിയോടൊരു അഭിപ്രായം എന്താ? വലിയ സിനിമ, ചെറിയ സിനിമ എന്നൊക്കെ ഒരു സെപ്പറേഷൻ ഉണ്ടോ? നമുക്ക് വലിയ സിനിമയായാലും ചെറിയ സിനിമയായാലും ഒക്കെ കണക്കാം. നമ്മൾ വിളിക്കുമ്പോൾ പറയും ഏറ്റവും ചെറിയ മൂവിയാണ് ചേച്ചി. നമ്മളെ വിളിക്കുന്നവർ പറഞ്ഞാൽ ചേച്ചി ചെറിയ സിനിമയാണ്, ചേച്ചി സഹകരിച്ചേ പറ്റൂ. അപ്പം നമ്മളെന്ത് വിചാരിക്കുന്നത്? ചെറിയതായാലും സഹകരിക്കാൻ ഞാൻ പറ്റില്ല, ചോറുണ്ടില്ലെങ്കിൽ കഞ്ഞെങ്കിലും കുടിക്കണ്ടേ. അപ്പോൾ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ അതും വാങ്ങണം. ശരിയെന്ന് പറയും. അവിടെ ചെന്ന് നോക്കുമ്പോൾ 16 കയറവൻ, 20 കയറവൻ, അതിന് പറ്റിയ ഒരാൾക്ക് 5 പിന്നെ അസിസ്റ്റന്റുമാർ, 6 അസിസ്റ്റന്റുമാർ, പിന്നത്തെ കഥകളൊന്നും പറയണ്ട. പിന്നെ എന്ത് ചെറിയ പടമാണ്? നമ്മളോട് വന്ന് പറയുമ്പോൾ ഒക്കെ ചെറിയ പടം, എനിക്ക് അങ്ങോട്ട് തിരിയാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഉൽപ്പന്ന സാറിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്, വേറെ ആരുടെ മുഖത്തേക്കും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ പറയുമ്പോഴൊക്കെ ചെറിയതെന്നാണ് പറയുക. പക്ഷെ എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ചെറിയതെന്ന് പറഞ്ഞോട്ടെ, വലിയതെന്നോ പറഞ്ഞോട്ടെ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആൾക്കാരെ നോക്കി ഒന്ന് പേയ്മെൻറ്റ് നിശ്ചയിക്കാം. അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പം എല്ലാം ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല സിനിമയിലേക്ക്. ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ഇതല്ലാതെ വേറെ ഒരു വഴി ഇല്ലാത്തവർ, വേറൊരു തൊഴിൽ അറിയാത്തവർ വരുന്നുണ്ട്. അവർക്ക് ചെറിയതെന്ന് പറഞ്ഞ് അവരെ തീരെ തരം താഴ്ത്താതെ, മറ്റുള്ളവരെ കണക്കിൽ എടുക്കാതെ അവരെ ഒന്ന് മുൻഗണന കൊടുത്താൽ നല്ലത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്, ഞാനടക്കം. അത്രേ പറയാനുള്ളൂ. ചേച്ചി, മലയാള സിനിമയിലെ മണിനാഥം നഷ്ടപ്പെട്ടിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞു. 8 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ മലയാള സിനിമയിലെ ഒരുപാട് നല്ല നല്ല നടന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു. മണിച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ ചേച്ചിക്ക് പറയാൻ? മണീനെ കുറിച്ച് എല്ലാം ഓർമ്മകൾ തന്നെയല്ലേ. കാരണം ഞാൻ മണിയുടെ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് അവനെ തേപ്പ് പെട്ടി, ഇസ്ത്രി ഇടുന്ന പെട്ടിക്കുള്ളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ പോരുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് പോരും. അപ്പോൾ കിടക്കുന്നിടത്ത് തന്നെയായിരുന്നു എല്ലാം മലമൂത്ര വിസർജനങ്ങളല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോവില്ല, ഭക്ഷണമൊക്കെ അവിടെ എടുത്ത് വെച്ച് പോരും. അപ്പോൾ മേളിലുണ്ട് ഇതിൻ്റെ ഹൗസ് ഓണർ, അവർ വന്നിട്ട് ഭക്ഷണം എടുത്ത് പുള്ളിക്ക് കൊടുക്കും. ഇതിൻ്റെയൊക്കെ നടുക്ക് കിടന്ന് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണ കേട്ടപ്പോൾ മണി ചോദിച്ചു, എന്താ ചെയ്യുന്നത് വെച്ച്. ഞാൻ പറഞ്ഞു, ഇല്ല മണി, ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല. പെട്ടെന്ന് പറഞ്ഞു, ഒരു 12 മണിയാകുമ്പോൾ ചേച്ചീനെ വിടുക, 2 മണിയാകുമ്പോൾ ചേച്ചി വന്നാൽ മതി, ചേച്ചിക്ക് വണ്ടി കൊടുക്കുക, എനിക്കന്ന് കാറൊന്നുമില്ല, വണ്ടി കൊടുക്കുക, എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് തേക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് വന്നാൽ മതി. ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല. അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഇതെന്താ മൈക്ക് എന്തോ ഒരു തകരാറ് വരുന്നുണ്ടോ? അതല്ലേ എന്തോ അറിയില്ല, ഞാൻ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ വട്ടം തിരിയാണോ അതും എനിക്കറിയില്ല. അപ്പം നല്ല എന്താ പറയുക, ഒരു പരോപകാരിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റിൽ ആരും മെസ്സിലേക്കൊന്നും പോകണ്ട, ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാനൊന്നും കാത്തിക്കണ്ട, കാരണം കാരിയറൊന്നും വേണ്ട. മണി തന്നെ പാചകം സാധനങ്ങൾ വാങ്ങുക, പാചകം ചെയ്യുക, അതുപോലെ എല്ലാം കൊണ്ടും ഉപകാരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പക്ഷെ മണീനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് ഒരുപാട് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് ലൊക്കേഷനിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ഒരാളോട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ 12 മണിക്ക് എന്നെ വിടും, കാറ് വിട്ട് തരും. ഞാൻ അവിടെ ചെന്ന് 1 മണിക്കൂർ കൊണ്ട് എല്ലാം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പോൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ പാടിയിൽ പോയിട്ടുണ്ട്. മണിയുടെ അനിയൻ കണ്ണനായിട്ട് നല്ല കമ്പനിയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റൂല. അപ്പോൾ മണി നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും പറയാം.
അത് വല്ലാത്തൊരു തീരാ നഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രസ് മീറ്റ് ഓൾമോസ്റ്റ് ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ചോദ്യങ്ങൾ ചോദിച്ചവർക്കും ഉത്തരങ്ങൾ വളരെ വ്യക്തമായിട്ട് നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് പ്ലീസ് ഇത് പോവാതെയാണ് താഴേക്ക് ഇറങ്ങാം. ഒരു കയ്യടിയോടെ കൊടുക്കുക എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട്. അല്ല, അത് അവിടെ വെച്ചു ചേച്ചി. തീർച്ചയായിട്ടും എൻ ജീവനെ എൻ ശ്വാസമേ തമിഴിലും മലയാളത്തിലുമായി പുറത്തിറങ്ങുവാൻ പോകുന്ന SBK മൂവീസ് പ്രസന്റ് ചെയ്യുന്ന ഈ ചിത്രം ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയും ഒപ്പം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ ഒഫീഷ്യലി ഉള്ള മറ്റ് ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ആണ് ഇന്ന് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അടുത്ത ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഇരുന്ന് സെറ്റിലായി ഇരുന്നോ എല്ലാവരും ഇരുന്നിട്ട് നമ്മള് ഇപ്പൊ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ നമ്മൾ ആദ്യം ട്രെയിലർ ലോഞ്ചിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടറിന്റെ ഗുരുനാഥൻ സാർ, അതുപോലെ തന്നെ സിനിമാ രംഗത്തെ മറ്റ് പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ട്രെയിലർ ഇവിടെ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മാനേജ്മെന്റിനോട് ഇതിന്റെ മുകളിലത്തെ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാവോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിനു മുൻപായി നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ശശി അയ്യൻ ചിറ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ. So ladies and gentlemen, please put your hands together and welcome him onto the stage to say a few words. മറ്റൊരു കാര്യം കൂടെ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ പുറകിലിരിക്കുന്നവരൊന്ന് സൈലൻസ് ആണ്. എല്ലാവർക്കും സാദര സവിനയ പ്രണാമം. ആദ്യമേ പറയട്ടെ, ഞാൻ 15 പടം നിർമ്മിച്ചു, പക്ഷെ ഇന്ന് അവരെ ഡയറക്ഷൻ ചെയ്തിട്ടില്ല കേട്ടോ. മനസ്സിലാക്കി കേട്ടോ. ഒരു 7 കൊല്ലം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പടം ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് ലീല ചേച്ചി. മനസ്സിലായല്ലോ? ആ ചെയ്യില്ല. അപ്പം എന്തായാലും മണിപ്രസാദൻ, ഞാൻ ആക്ട് ചെയ്തൊരു പടത്തിലെ ക്യാമറാമാനായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. ഇതിൻ്റെ പേരെനിക്ക് വളരെ ഇഷ്ടമായി. പക്ഷെ എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പ്രൊഡ്യൂസറും ഡയറക്ടറും വന്ന് ഇന്നലെ ഗോൾഡ് ജിമ്മിൽ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കൃത്യം 3:30 മണിക്ക് തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു 3:30-ക്ക് തുടങ്ങിയില്ലേ അപ്പോൾ ഞാൻ പോരൂട്ടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ സമയത്ത് അധികം വൈകില്ല, ഒരു 1.5 മണിക്കൂറേ വൈകുള്ളൂ. എനിക്ക് ഒറ്റ ഓർമ്മയുള്ളൂ. ഞാൻ മുമ്പൊരു പടം ചെയ്തിരുന്നു, മിഷൻ 90 ഡേയ്സ്. മമ്മൂക്കയായിരുന്നു അതിൻ്റെ ഹീറോ. 9 മണിക്കായിരുന്നു അതിൻ്റെ പൂജ, സ്വിച്ച് ഓൺ. അപ്പോൾ തലേദിവസം മമ്മൂക്കനോട് പറഞ്ഞു, ഞാൻ സമയം കീപ്പ് ചെയ്യൂട്ടാ, നീ നോക്കിക്കോ. ഞാൻ പറഞ്ഞു ശരി മമ്മൂക്ക. കൃത്യം 9 മണിക്ക് എനിക്കൊരു കോള്, ശശി ഞാൻ 15 മിനിറ്റ് വൈകും. ഞാൻ പറഞ്ഞു സാറിലെ മമ്മൂക്ക, സൗകര്യം പോലെ വാ. ഞങ്ങൾ കൃത്യം 9 മണിക്ക് പടം ഞങ്ങൾ വിളക്ക് കൊളുത്തി പരിപാടി തുടങ്ങി. ആൾ വന്നത് 9:45. അപ്പോൾ ആൾ പറഞ്ഞു സോറി, എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. എന്തായാലും ശരി, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. എന്തായാലും ഈ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായാൽ ഞാൻ അടുത്ത സിനിമ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ കേട്ടോ
ഗോൽപ്പലേട്ട കറക്റ്റ് അല്ലേ? ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ വെറുതെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതല്ലായിരുന്നു. എനിക്ക് കലാകാരന്മാരോടും പറയാനുള്ളൊരു കാര്യം, കലാകാരന്മാർക്ക് ഈ ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ചൊരു സങ്കല്പം ഉണ്ടാവണം. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഹരിയസി എന്നാണ് നമ്മളൊക്കെ പഠിച്ചിരുന്നത്. ജനിച്ച നാടും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ മഹത്തരമുള്ളതാണെന്നാണ് ഞാൻ പഠിച്ചിരുന്നത്. നിങ്ങളത് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ഏറ്റവും ആദ്യം ഞാനും നിങ്ങളും സുഖമായിട്ട് ഉണ്ടും ഉറങ്ങി മേസിയിലൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഇന്ത്യയുടെ അതിർത്തിയിൽ മറ്റുള്ളവരുടെ വെടിയുണ്ട വരുമ്പോൾ വെറിമാര് കാണിച്ചു നിന്നുകൊണ്ട് ഭാരത് മാതയ്ക്ക് ജയ് വിളിച്ച നിരവധി പട്ടാളക്കാരുണ്ട്. അവരുടെ ത്യാഗമാണ് നമ്മുടെ ജീവിതം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ. ഇവിടെ തൃപ്പൂണിത്തറയിൽ അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അച്ഛൻ എന്തിനു വേണ്ടി മരിച്ചു എന്ന് പോലും അറിയാത്ത പാവപ്പെട്ട 2 പിഞ്ചു കുട്ടികൾ ആ ഡെഡ് ബോഡി കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കാഴ്ച. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കരയുന്നു, നാട്ടുകാരെല്ലാം കരയുന്ന ഒരു കാഴ്ച. എന്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ മരിച്ചത്? എനിക്ക് വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അതിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു വാർ ആൻഡ് ലവ് എന്നുള്ള സിനിമ, ദിലീപ് അഭിനയിച്ച സിനിമ. അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മദ്രാസിൽ വെച്ച് ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചപ്പോൾ അതും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവമായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു മിഷൻ 90 ഡേയ്സ്, മമ്മൂക്ക അഭിനയിച്ച സിനിമ, മേജർ രവി ഡയറക്ട് ചെയ്ത സിനിമ. അതേപോലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു ടൈഗർ എന്നുള്ള സിനിമ. ചേച്ചി അതിനകത്തുണ്ടല്ലോ, അന്ന് കാരവണ്ടായില്ലോ. സുരേഷ് ഗോപി അഭിനയിച്ച സിനിമ. അങ്ങനെ അത്രയും സിനിമകൾ ചെയ്തു. എന്തായാലും ഈ സിനിമ ആർട്ടിസ്റ്റിനോടും ടെക്നീഷ്യന്മാരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ ജീവനെ എന്നുള്ളത് മണികണ്ഠൻ നമ്മുടെ ക്യാമറാമാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡയറക്ടർ മണിപ്രസാദ് സാറിന് മാത്രം തോന്നിയ പോലെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കൊക്കെ തോന്നണം. പണ്ട് കാലത്ത് പറയാറുണ്ടായിരുന്നു അല്ലേ, സിനിമ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം, ഒരു ഡെലിവറി പോലെയാണെന്ന് പറയും അല്ലേ. ഭാര്യയും ഭർത്താവിനെ പോലെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരുമയോടെ, അങ്ങനെ ഇപ്പം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞൂടാ, ഒരുമയോടെ 2 സൈഡിൽ പിടിച്ച് ആ പെട്ടി പൂജിച്ച് പ്രസാദരാജനൊക്കെ ഇറക്കും അല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ 2 ഇല്ലേ സുധേരട്ടാ, അതിനൊരു വലിയൊരു സംഭവമായിട്ടാണ് നമ്മളൊക്കെ നടത്താറ്. അത് ഇന്നതുണ്ടോ, പ്രൊഡ്യൂസർ ഒരു വഴിക്ക് പോകുന്നു, ഡയറക്ടർ വേറൊരു വഴിക്ക് പോകുന്നു. അങ്ങനെ ഇല്ലാത്ത പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള പടങ്ങളുണ്ട്, ഇല്ലാത്ത പടങ്ങളുണ്ട്. അപ്പോൾ ഒരുമയോടെ ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് സിനിമയെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവട്ടെ. എന്തായാലും ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ദൂരം ഇങ്ങനെ വാക്ക് കേട്ട് ഞാൻ 2.5 മണിക്ക് എത്തിയത് അവിടെ. എന്തായാലും ഞാൻ അടുത്തൊരു തമിഴ് സിനിമ ചെയ്യാൻ പോവാണ്. പണ്ടൊരെണ്ണം ചെയ്തിട്ടുണ്ട്, കളം എന്നുള്ള പേരിൽ. അന്ന് കലൈപ്പുലി താണു ഇവിടെ, അത് നമ്മുടെ അദ്ദേഹമായിരുന്നു അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത്. പക്ഷെ തമിഴിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് കാര്യമില്ല. അത് ശശികുമാറാണ് ഹീറോ. ആ പടം ഹിറ്റാവോ ഒന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് കൈയടിക്കാമോ? ഞാൻ പിന്നെ അധികം പറയാത്ത, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മര്യാദയ്ക്ക് കേട്ടാ അവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആ പടം ഹിറ്റാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് ടൈഗർ ഹിറ്റ് എന്ന ഷാജി കൈലാസിൻ്റെ ഒരു പടം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ജൂലൈ മാസം ഷൂട്ട് തുടങ്ങും. ഒരു മലയാള പടമാണ്. അതുകൊണ്ട് അതും കൂടി ഹിറ്റാവാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അടുത്ത പടം എങ്കിൽ നമുക്ക് അടുത്ത പടം ആലോചിക്കാൻ പറ്റും കേട്ടോ. ശരി, എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം. നമുക്ക് ജന്മം തന്നിട്ട് നാടിനെ സ്മരിച്ചുകൊണ്ട് ജയ് ഹിന്ദ്. ലോഞ്ചിങ് ആണല്ലേ? ഓക്കെ, അതിപ്പോൾ നടക്കുകയാണ്. അതിനുവേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാം, അത് കാണാം. എന്തായാലും ഞങ്ങൾ എല്ലാവരും കാണും. ഹീറോയിനെ ഇവിടെ കാരവൻ വേണ്ടട്ടോ ഈ പടത്തില് ശ്രദ്ധിച്ചോളൂ. ഇന്ന് കാണുന്ന അവസ്ഥയിൽ 2 പടം ഹിറ്റായാൽ, ഒരു പടം ഹിറ്റായാൽ ഞങ്ങളുടെ അവസ്ഥ മാറും നമുക്കൊക്കെ അറിയാം. ഒരു പടം ഹിറ്റായാൽ കേറിയില്ല. കമ്പനി വക കൊടുക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. കമ്പനി വക നേരത്തെ ലീല ചേച്ചി പറഞ്ഞ് വളരെ കറക്റ്റാണ്. അത് എല്ലാ ആർട്ടിസ്റ്റുകളും കാരവൻ കൊണ്ടുവരും. കാരവൻ കൊണ്ടുവരുന്നവർക്കുള്ള കണക്ക് മുടക്കുന്നൊക്കെയാണ് അതിൽ ഡീസലടക്കമുള്ള പ്രശ്നം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ജനറൽ സെക്രട്ടറി സമയത്ത് നമ്മുടെ അടുത്ത തീരുമാനമുണ്ട്, ഒരു കാരവൻ അത് ഫ്രം പ്രൊഡ്യൂസർ,
അത് 2-3 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന കാര്യമാണ്. അത് തീരുമാനമാണ്. ഇപ്പോൾ 6-7 ഞങ്ങളുടെ അസോസിയേഷൻ്റെ കഴിവില്ലായ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ശരി, അത് മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇനി അതിലേക്ക് പോകും. ജയ് ഹിന്ദ്. മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ച് ഞാൻ ഒരുപാട് ഫലിപ്പിക്കാൻ നിൽക്കുന്നില്ല. നേരെ നമുക്ക് ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കാൻ പോവാണ്. സോ ദ ലൈറ്റ്സ് ഓഫ് പ്ലീസ്. സോ നമ്മളുടെ ട്രെയിലറാണ് നമ്മളിപ്പോൾ എല്ലാവരും കണ്ടത്. സോ എനിക്ക് തോന്നുന്നു ഈ ട്രെയിലർ കണ്ടതിനെ കുറിച്ച് ഒപ്പം തന്നെ സിനിമയെ കുറിച്ചും അല്ലേ, സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ഉൽപ്പൽ സർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ ഞാനിനി വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന DOP ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും തന്നെ എല്ലാവരും ഒരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രസംഗമൊന്നുമില്ല. ഞാൻ ഈ പടത്തിനെ പറ്റി ഇതിൽ വർക്ക് ചെയ്ത ഒരാളടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു, ഈ പടം 7 പ്രാവശ്യം പ്രൊഡ്യൂസർ കണ്ടു എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ പടം ചെയ്താൽ ഒരു പ്രാവശ്യം കൂടെ കാണാൻ പ്രൊഡ്യൂസർ വരാറില്ല. ശശിയുടെ പറഞ്ഞ മാതിരി തന്നെ. പക്ഷെ 7 പ്രാവശ്യം പടം കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹിറ്റാ പടം. എൻ്റെ അസിസ്റ്റൻ്റ് ആയതിൽ അഭിമാനിക്കുന്നു. എന്തായാലും മോശമായില്ല, സന്തോഷം. നല്ല വർക്കാണ്. ഈ ട്രെയിലർ കണ്ടതിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എന്തായാലും എല്ലാ ഭാവുകങ്ങളും ആശംസകളും സൂപ്പർ ഹിറ്റായിട്ട് പ്രാർത്ഥിക്കുന്നു. സന്തോഷം. Thank you, sir. Thank you so much. And thank you. And 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സുധീർ മുഖശ്രീ അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. I would like to welcome him onto the stage. ആദരണീയ ഗുരുജനങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, മണിപ്രസാദുമായിട്ട് ഒരു 10-30 വർഷത്തെ ബന്ധമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല, എങ്കിലും അതിനേക്കാൾ ഉപരി ഉള്ള ഒരു സ്നേഹബന്ധം. ഇങ്ങനെയുള്ളൊരു അദ്ദേഹത്തിൻ്റെ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ പടം തിറങ്ങാൻ പോകുന്നു എന്ന ആ വിവരമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഏതായാലും എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഇതിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ദൈവത്തോട് നന്ദി പറയുന്നു. അദ്ദേഹത്തോടുള്ള എൻ്റെ കടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. പിന്നെ ശശി അയ്യച്ചർ എവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യ. ഞാൻ ബേസിക്കലി ഞാൻ പ്രൊഡ്യൂസർ കൂടിയാണ്. ഞങ്ങളൊന്നിച്ച് അസോസിയേഷൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരല്പം പേടിയുണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്. സിനിമ ഫീൽഡിൽ എല്ലാവർക്കും ശശി പേടിയുണ്ട്. ശശി എന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടുന്നു. അതുപോലെ ആർട്ടിസ്റ്റ് ഡേറ്റ് കൊടുക്കാനും ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു, ഒരു മടിയാണ്. ഞാനെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിന് ഡേറ്റ് കൊടുക്കാൻ പോലും ഒരു മടിയാണ്. അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ അദ്ദേഹം വലിയ ഭീകരനാണെന്നൊന്നല്ല പറയുന്നത്, എനിക്കറിയാം, അടുത്ത ബന്ധമുണ്ട് ഞങ്ങൾ. ഏതായാലും ശശിയുടെ അടുത്ത ഈ പ്രൊജക്റ്റും സൂപ്പർ ഹിറ്റാകട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. മണിപ്രസാദിന് എല്ലാവിധ മണിപ്രസാദിനും ഇതിലെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും ഞാൻ ഒരു നല്ലൊരു വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മളുടെ മുഖ്യ അതിഥികൾ സംസാരിക്കാനായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇനി വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമയിലെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓഡിയോ ലോഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ PJ ആണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. G. കൃഷ്ണകുമാർ അല്ലെ ശ്രീവിദ്യയാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ 5ഓളം സിംഗേഴ്സാണ് ഇതിൽ പാടിയിട്ടുള്ളത്. ആൻഡ് അതിൽ ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അരവിന്ദ് വേണുഗോപാൽ. അദ്ദേഹത്തെ വേദിയിലേക്ക് നിറഞ്ഞൊരു കയ്യടിയോടുകൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വേണുഗോപാൽ ചേട്ടൻ്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹം സിനിമയിലെ ഒറ്റപ്പാട്ടോടുകൂടി ഞങ്ങൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സിംഗറോടെയാണ്. ഈ സിനിമയിലെ ഒരു പാട്ട് തീർച്ചയായും സിനിമയെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്, മ്യൂസിക്കിനെ കുറിച്ച് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് താങ്കൾ പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ ഇന്ന് ആദ്യം ഇവിടെ ഓഡിയോ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 4 വരി പാടാമോ എന്നൊരു ആഗ്രഹം കൂടെയാണ്. യെസ്, എല്ലാവർക്കും നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഓഡിയോ ലോഞ്ചിൻ്റെയും ഈ സിനിമേൻ്റെയും ഭാഗമാവാൻ കഴിഞ്ഞത്. PJ എന്ന് അറിയപ്പെടുന്ന പൗലോസേട്ടനാണ് എന്നെ ക്ഷണിക്കുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. കൃഷ്ണകുമാർ ശ്രീവിദ്യ ആണ് എൻ്റെ ഒരു സിസ്റ്റർ. വളരെയധികം സന്തോഷമുണ്ട്. മണിച്ചേട്ടൻ നയിക്കുന്ന ഈ കാസ്റ്റിംഗ് ക്രൂവിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ പടം വലിയൊരു വിജയം തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കണ്ണൻ ഞാൻ നിന്നോട് എന്ന് പറഞ്ഞൊരു പാട്ടാണ് ഞാൻ ഇതിൽ പാടിയിട്ടുള്ളത്. എൻ്റെ കൂടെ പാടിയിട്ടുള്ളത് ഉത്തര ഉണ്ണികൃഷ്ണനാണ്, ഒരു ഡുവറ്റാണ്. അതിൽ ഒരു 4 വരി ഞാനിവിടെ പാടാം. മുൻപായിട്ട് നമ്മളുടെ CD റിവീൽ ചെയ്യുന്ന ചടങ്ങാണ്. അപ്പം ഇതിനു വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സോ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി ഡയറക്ടർ, ഓൾസോ ഫ്രം ദ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും സൈഡിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള JJ രാജൻ ആൻഡ് ലീല ചേച്ചി, ചാപ്ലിൻ ബാലു, ഒപ്പം തന്നെ നമ്മളുടെ ആദർശ് ആൻഡ് സാൻഡ്ര, എല്ലാവരെയും സിനിമയിലെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് അതിനോടൊപ്പം ഇന്നത്തെ ദിവസം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ശശി അയ്യഞ്ചിറ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുധീർ മുഖശ്രീ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ് കണ്ണൻ പെരുമുടിയോർ, അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് പാട്ടിൻ്റെ ലോഞ്ചിങ്ങിന് ശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ബിസ്മത്ത് നിലമ്പൂർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉൾബൽ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബിഗ് ബോസ് താരം ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും അരവിന്ദ് വേണുഗോപാൽ. സോ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് അരവിന്ദ് സെന്ററിലേക്ക് നിൽക്കാനായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. SVK മൂവീസ് പ്രസൻസ് എൻ ജീവനെ എന്ന ചിത്രത്തിന്റെ മലയാളത്തിലും തമിഴിലുമായി പുറത്തിറങ്ങുന്ന എൻ ജീവനെ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഐ റിക്വസ്റ്റ് ടു അരവിന്ദ് പ്ലീസ് കം ഫോർവേഡ് ആൻഡ് പ്ലീസ് റിസീവ് ആൻഡ് ഓൾസോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ്. നല്ലൊരു കൈ സമ്മാനിക്കാം. ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു സിനിമ തമിഴിലും മലയാളത്തിലുമായി റൊമാൻറ്റിക് ജോണറിൽ ഇറങ്ങുന്ന ഈ ഒരു ചിത്രം വൻ വിജയമാകട്ടെ. അതിനോടൊപ്പം തന്നെ ഇതിലെ പാട്ടുകളും പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. So once again, congratulations and thank you so much everyone. ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് തിരികെ സീറ്റുകളിലേക്ക് ഇരിക്കാവുന്നതാണ്. ഇനി ഈ സിനിമയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അരവിന്ദ് പാടിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ സോങ് നമ്മുടെ റിലീസ് ആവാനായിട്ട് പോവുകയാണ്. ഈ സിനിമയിലെ ആദ്യത്തെ പാട്ടാണ് ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടത്. ഹോപ്പ് യു എൻജോയിങ്. നല്ലൊരു മ്യൂസിക് ആയിരുന്നു, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സോങ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് as always you did a great job. All right, and നമ്മളുടെ ഈ ഒരു സോങ്ങിനെ കുറിച്ചും ഒപ്പം തന്നെ സിനിമയെ കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ വേദിയിലേക്ക് കണ്ണൻ പെരുമുടിയോർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. വിത്ത് ഓൾ ദ ലവ് ആൻഡ് റെസ്പെക്ട്. ആൻഡ് നമുക്കറിയാം അദ്ദേഹം പ്രൊഡ്യൂസർ ആൻഡ് ഓൾസോ ഡയറക്ടർ. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരാൾ മാത്രമേ കൈയടിക്കുന്നുള്ളൂ, ഒരു കൈയ്യൊക്കെ ആവാം. നല്ലവരായ ഗുരുക്കന്മാരെ, മലയാള സിനിമയിൽ ഒരു പുതിയ സംവിധായകൻ കൂടി വരികയാണ്. മണിപ്രസാദുമായിട്ട് നമ്മൾ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. വളരെ കാലത്തെ ബന്ധമാണ്. നമുക്കറിയാം മലയാള സിനിമയിൽ സിനിമോട്ടോഗ്രാഫറായിട്ട് വന്നിട്ടുള്ള ഒത്തിരി പേര്
പിന്നീട് സംവിധായകരായി മാറിയിട്ടുണ്ട്. ഷാജി എൻ കരുണായാലും ഉൽപ്പൽ നായനാരായാലും ഒക്കെ സംവിധായകരായി മാറുമ്പോൾ ക്യാമറാമാൻ എന്ത് ഒരു ഡയറക്ടറുടെ കണ്ണിലൂടെ കാണുന്ന ഒന്നാണ് ക്യാമറാമാൻ പകർത്തി വയ്ക്കുന്നത്. ഇപ്പോൾ രണ്ടും ഒരാളായി മാറുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത് പ്രദർശിപ്പിക്കാൻ കഴിയുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ പാട്ട് കണ്ടു, ട്രെയിലർ കണ്ടു, അപ്പം തന്നെ ആ സിനിമയുടെ ഒരു ടോൺ നമുക്ക് പിടികിട്ടി. എനിക്ക് തന്നെ പ്രണയിക്കാൻ തോന്നി പ്രണയത്തിൻ്റെ പാട്ട് കേട്ടപ്പോൾ. അത് കണ്ടു. അപ്പോൾ ഓക്കെ അല്ല, അപ്പോൾ അത്രമേൽ ഗംഭീരമായിട്ടുണ്ട്. കൊല്ലംകോടിന് ഇത്ര സൗന്ദര്യമുണ്ട് എന്ന് നമ്മൾ ഈ സിനിമയിലൂടെയാണ് കാണുന്നത്. ഒത്തിരി സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ഫ്രെയിമുകൾ വയ്ക്കുമ്പോൾ അത് നമുക്കറിയാലോ. ഇപ്പം നമ്മൾ മണിരത്നമൊക്കെ കേരളത്തിൽ വന്നിട്ടാണ് പണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സിനിമക്കാർ പുറത്തു പോയിട്ടാണ് സിനിമ ചെയ്തത്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഫ്രെയിമുകളും ഓരോ മൂലകളും മുക്കുകളും ഒക്കെ അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൽ കണ്ട ഈ സിനിമയിലെ നല്ല ദൃശ്യ ഭംഗി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നമുക്കൊരു സിനിമ കാണുമ്പോൾ നമുക്കറിയാലോ, അതിലേക്ക് ഒരു പുതുമ തോന്നുന്നു. അതായത് നായകൻ നായികയായാലും കഥയായാലും ഒക്കെ എത്രയായാലും അതെങ്ങനെ നമ്മൾ ജനത്തിലേക്ക് കൊടുക്കുന്നു എന്നതാണ്. അത് ക്യാമറയിലൂടെയാണ് കഴിയുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും ഗംഭീരമാവട്ടെ. മലയാള സിനിമയിലെ പുതുമുഖങ്ങളുടെ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മഞ്ഞുമൽ ബോയ്സും മറ്റേ പുതിയ പടങ്ങളൊക്കെ നിറയെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പുതുമുഖങ്ങൾക്കും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സംവിധായകനായാലും ഞാനും നിർമ്മാതാവായി വന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് സംവിധായകനായത്. ആട്ടക്കഥ എന്ന് പറഞ്ഞിട്ട് വിനീതും മീരാനന്ദനൊക്കെ അഭിനയിച്ച ഒരു സിനിമയെ സംവിധാനം ചെയ്തു. ഇപ്പം ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമയിൽ ആദ്യം വന്നത് ഈ പുഴയും കടന്ന് എന്നുള്ള സിനിമ പിടിച്ചിട്ടാണ്. അന്നൊന്നും സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇന്നും അറിയില്ല. പിന്നെ നക്ഷത്രത്താരാട്ട് എന്ന് പറഞ്ഞാൽ സിനിമ നമ്മൾ ഓരോ സിനിമ നിർമ്മിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ ഓരോ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കിം കീഡൂക്ക് പറഞ്ഞിട്ടുണ്ട്, ഓരോ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഓരോ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സിനിമ പഠിക്കുകയാണ്. അത് ഒന്നും പഠിച്ചിട്ടല്ലല്ലോ എല്ലാവരും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും പഠിക്കുമ്പോൾ ഓരോ സിനിമകളിലൂടെ നമ്മൾ പൂർണ്ണത നേടുകയാണ്. ഇപ്പോൾ ഇല്ല ചേച്ചി പറഞ്ഞതുപോലെ കല എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളുടെ ഒക്കെ പൂർണ്ണതയാണ്. പൂർണ്ണത എന്നത് ഇല്ല. കല പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ്. എല്ലാവർക്കും നന്ദി, നല്ലത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മളുടെ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും ഇവിടെ വേദിയിലൊന്ന് ടോക്കൺ ഓഫ് ലവ് ഓർ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ നമ്മളിന്ന് ആദരിക്കാനായിട്ട് പോവുകയാണ്. നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസ് SKR, S. അർജുൻ കുമാർ and S. ജനനി, ഇവർ 3 പേരും ഷെയറിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ചിത്രം നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ടാണ്. അവരുടെ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇവരിപ്പോൾ ഇവിടെ ആദരിക്കാനായിട്ട് പോകുന്നത്. അവർക്കൊരു സ്നേഹ സമ്മാനമാണ് ഈ വേദിയിൽ സമ്മാനിക്കാൻ പോകുന്നത്. അത് നൽകുന്നതിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പ്രൊഡ്യൂസർ മാത്രമായിട്ടുള്ള അയ്യഞ്ചേര സാറിനെ, ശശി അയ്യഞ്ചേര സാറിനെ ഏറ്റവും ബഹുമാനത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തെ വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ആദ്യമായി തന്നെ ഈ ഒരു സ്നേഹ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ ഒരു വേദിയിലേക്ക് ചിത്രത്തിന്റെ ഡയറക്ടർ R. മണിപ്രസാദ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സിനിമയിലെ ഒരുപാട് പേരെ ആദരിക്കാനുണ്ട്. പക്ഷേ നമ്മളെ ഗസ്റ്റുകളുടെ തിരക്ക് മാനിച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് പേര് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്നേഹാദരവ് നൽകുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത പാട്ട്. നമുക്കിന്ന് മൊത്തം 3 പാട്ടാണ് നമ്മൾ ഇന്നിവിടെ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ 2ാമത്തെ സോങ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. ഇതൊന്നും മണിപ്രസാദിന് മൊത്തം കൺഫ്യൂഷനാണ്. ആദ്യത്തെ സിനിമ ഇറങ്ങുന്നതിന്റെ ഒരു ടെൻഷനൊക്കെയാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഈ ഒരുപാട് സിനിമകളുടെ ഭാഗമാകുവാനും ഡയറക്ടർ ആകുവാനും തന്നെ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അപ്പോൾ ഒരു സ്നേഹോപഹാരം കൂടി ഉണ്ട്.
അടുത്തതായി നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള സിനിമയുടെ കോ ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമായിട്ടുള്ള മിസ്റ്റർ ജെ രാജൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതെ, ഈ സിനിമയിലെ ചെറിയൊരു പോർഷനിൽ ഞാനും ട്രെയിലറിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പം നമ്മളുടെ സിനിമയിലെ കോ ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറോടും ഒപ്പം അദ്ദേഹം ഒരു അഭിനേതാവും കൂടെയാണ്. അപ്പൊ അതിന് നല്ലൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചുകൊണ്ട് ഒപ്പം അദ്ദേഹത്തിന് ഒരു സ്നേഹാദരവും നൽകുകയാണ്. Okay, congratulations and thank you so much. And thank you sir, thank you so much. Next ഞാൻ വേദിയിലേക്ക് ഇത് നൽകുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ കണ്ണൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. So I would like to welcome him on to the stage. വിളിക്കുന്ന എല്ലാവരും കൊടുക്കാനുള്ളവരും സിനിമയിലെ പ്രവർത്തകരും അഭിനേതാക്കൾ ഇത് വാങ്ങാനുള്ളവരുമാണെന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു. അപ്പോൾ അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ലീല ചേച്ചിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ലീല ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാവരുടെയും പ്രാർത്ഥന ലീല ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങൾ ലീല ചേച്ചിനെ തേടിയെത്തട്ടെ എന്നുകൂടെ ഈ വേദിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതെ, ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസം അടിപൊളിയായിട്ട് ആഘോഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുന്നു. ഞാൻ അടുത്തതായി ഈ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചാപ്ലിൻ ബാലു അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഞങ്ങളുടെ പുതുമുഖ നായകൻ നായിക രണ്ടുപേരെയുമാണ് ക്ഷണിക്കുന്നത്. സോ ആദ്യം വേദിയിലേക്ക് ആദർശിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. Let me welcome ആദർശ്. ആൻഡ് ഓൾസോ സാൻഡ്ര അനിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടുപേർക്കും ഈ ഒരു തുടക്ക സിനിമ വിജയമാവട്ടെ എന്ന് ഇനിയും ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയിലെ ഒരു മനോഹരമായ ഗാനം ആലപിച്ചിട്ടുള്ള എസ് അരവിന്ദ് വേണുഗോപാൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് for receiving the memento and also the pannada. Thank you so much. And also thank you Kannan sir, thank you so much. And നമ്മുടെ മൂവിയിലെ സെക്കൻഡ് സോങ് ഇനി നമ്മളിപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. and അതിനുശേഷവും ഇതുപോലെ തന്നെ സിനിമയിലെ അണിയറ പ്രവർത്തകരെ ആദരിക്കുകയും ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് സംസാരിക്കുവാനും ആശംസ അറിയിക്കുവാനുമുള്ള സമയവുമാണ്. അപ്പം അടുത്തത് സെക്കൻഡ് സോങ്ങിലേക്ക് പോവാണ്. ആൻഡ് ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്യുക. പാട്ടല്ലേ, ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട ഒരു അടിച്ചുപൊളി പാട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനും ആശംസ അർപ്പിക്കാനും വേണ്ടി ബിസ്മിൻ നിലമ്പൂർ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിസ്മിൻ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇതിൻ്റെ പേര് തന്നെയാണ്
എൻ ജീവനെ എന്നുള്ള ഒരു പേര് തന്നെയാണ് നമ്മൾ ഇതിൽ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട് നമ്മളതിൻ്റെ ട്രെയിലർ കണ്ടു, അതേപോലെ സോങ്ങുകൾ കണ്ടു. വളരെ മനോഹരമായ ഒരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ശശി സാറ് പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഡെലിവറിയുടെ ഒരു വേദനയാണെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു വേദനയിലാണ്. കാരണം നാളെ നമ്മുടെ സിനിമ റിലീസാവുകയാണ്. കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞ സിനിമ നാളെ റിലീസാവുകയാണ്. അപ്പോൾ അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഈ സിനിമയ്ക്ക് ജീവനെ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇനി ഒരു പാട്ടുകൂടെ ഉണ്ട്. സോ അത് റിലീസ് ചെയ്തതിന് ശേഷം ഓഫ്കോഴ്സ് ഞങ്ങൾ എല്ലാവരും വിഷ്ണു വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പാട്ടിന് ശേഷമായിരിക്കും നമ്മളുടെ വിഷ്ണു സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം മറ്റുള്ള സിനിമയിലെ പ്രവർത്തകർക്കുള്ള സ്നേഹ ഉപഹാരം സമർപ്പിക്കുന്ന ചടങ്ങാണ്. അപ്പം ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്യുക. ആൻഡ് ഓൾസോ ദ മ്യൂസിക് പ്ലീസ്. ഓക്കെ, കുറച്ച് എനർജറ്റിക് ആയിട്ടൊരു സോങ് അല്ലേ? അങ്ങനെ നമ്മളുടെ ആ പാട്ടും തേർഡ് സോങ്ങും ഇവിടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓഫ് കോഴ്സ് ദ യങ്ങസ്റ്റ് പേഴ്സൺ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു ജോഷിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ടു സേ ഫ്യൂ വേർഡ്സ് അബൌട്ട് ദി സോങ് ആൻഡ് ഓൾസോ ദ ഫിലിം പ്ലീസ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്കങ്ങനെ പ്രസംഗിച്ചൊന്നും ശീലമില്ല. സ്റ്റേജിൽ കയറുമ്പോഴും സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരാളാണ്. എന്നിരുന്നാലും ഈ പ്രോഗ്രാമിൽ ഒരു മുഖ്യ അതിഥിയായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേച്ചിനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. സാറിനെ കാണാൻ പറ്റിയത് എന്താ പറയുക, എൻ ജീവൻ എന്ന മൂവിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മൾ മുന്നേ നൽകിയ പോലെ തന്നെ സിനിമയിലെ അണിയറ പ്രവർത്തകർക്കുള്ള ഒരു ആദരവ് നൽകുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇത് നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോട് കൂടി തന്നെ സുധീർ മുഖശ്രീ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാവരും എത്രയും വേഗം വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് നമ്മളിപ്പോൾ നമ്മളുടെ 3 പാട്ടുകളും റിലീസ് ചെയ്തു. ആൻഡ് സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ PJ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനും അതിനോടൊപ്പം തന്നെ 2 വാക്ക് സംസാരിക്കുന്നതിനും കൂടി ഏറ്റവും ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I would like to welcome our music director PJ on stage. And also I request PJ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കാനായിട്ട് പോവാണ്. നമസ്കാരം. വരാൻ വൈകി, വയനാട്ടിനാണ് വരുന്നത്. എന്താ എൻ ജീവനെ നമുക്ക് എല്ലാവർക്കും ജീവൻ ആയിട്ട് ഒരു 3-4 സോങ് ചെയ്യാൻ പറ്റി. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചെയ്യാൻ പറ്റി. ഇപ്പോൾ എന്താ പറയുക, അതിൽ അതിൽ സഹകരിക്കാൻ പറ്റിയതും ഈ SPK മൂവീസിൻ്റെ പ്രവർത്തകർക്കും അതേപോലെ നമ്മുടെ ഡയറക്ടർ മണിപ്രസാദ് സാറിനും എല്ലാവരോടും നന്ദി പറയുന്നു. ഇതിനൊരു അവസരം തന്നതിൽ വലിയ നന്ദി, സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മളുടെ ചിത്രത്തിൻ്റെ ലിറിസിസ്റ്റ് G കൃഷ്ണകുമാർ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതിനെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. എൻ ജീവനെ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ള G കൃഷ്ണകുമാറാണ് ഇപ്പോൾ വേദിയിൽ ചേർന്നിരിക്കുന്നത്. നമുക്ക് സമയം കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ വേഗം ക്രെഡിറ്റ്സിലുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം വേദിയിലേക്ക് വരിക. പ്രൊഡക്ഷൻ കൺട്രോളർ മോഹൻ അമൃത അദ്ദേഹം ഇവിടെ ഉണ്ടോ? ആ, ചേട്ടൻ ഇവിടെ ഉണ്ട്. And also thank you Sudhir sir, thank you so much.
അടുത്തതായി ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പൽ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മളുടെ ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ വിഷ്ണു നെല്ലായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നെല്ലായി എന്ന് എനിക്ക് എഴുതി തന്നു, അങ്ങനെ എനിക്ക് എഴുതി തന്നതാണ്. ഓക്കെ, വിഷ്ണു അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി കൊറിയോഗ്രാഫർ എഡിസൺ. നെക്സ്റ്റ് ബ്രൂസ്ലി രാജേഷ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തത് ചിത്രത്തിന്റെ മേക്കപ്പ് നിർവഹിച്ചിട്ടുള്ള സജി കൊരട്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അങ്ങനെയല്ലേ? മേക്കപ്പ് മാൻ സജി കൊരട്ടി എത്തി, പ്രസന്റ് ആണ്. അടുത്തത് കോസ്റ്റ്യൂമർ സുകേഷ് എത്തിയിട്ടില്ല. വന്നിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്. ഓക്കെ, അടുത്തതായി രാംദാസ് മാത്തൂർ നമ്മുടെ സിനിമയുടെ സ്റ്റിൽസ് ആണ്. And thank you, Ulpal sir. Thank you so much. And next, I would like to welcome Vishnu Joshi. അടുത്തതായി നമ്മളുടെ ചീഫ് കോ ഡയറക്ടർ തിരു സഞ്ജയ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം സ്റ്റേജിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഉപഹാരങ്ങൾ എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ്. അപ്പം ഈ ഒരു സമയം ഫ്രണ്ടിലേക്ക് വന്ന് ഈ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സോമൻ പെരിന്തൽമണ്ണ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പബ്ലിസിറ്റി ഡിസൈനർ മനു ഡാവൻസി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ സിനിമയുടെ PRO ആയിട്ട് പ്രവർത്തിക്കുന്ന പി ശിവപ്രസാദ്, ഞങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രസാദേട്ടൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസോസിയേറ്റ് ഡയറക്ടർ കോവി ബാലു അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അടുത്തതായി അസോസിയേറ്റ് ക്യാമറമാൻ സജി ആലത്തോ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സ്റ്റിൽ അസിസ്റ്റന്റ് പ്രഭുലാൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രഭുലാൽ ഈ ഒരു സമയവും സിനിമയുടെ പബ്ലിഷ് ചെയ്യേണ്ട സ്റ്റിൽസ് ഒക്കെ അദ്ദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മേക്കപ്പ് അസിസ്റ്റന്റ് അന്ന ലൂക്ക അൺഫോർച്ചുനേറ്റ്ലി എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ നമ്മളുടെ മേക്കപ്പ് മാൻ തന്നെ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ഈ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ചെറിയൊരു കൺഫ്യൂഷൻ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലാഗ് ആവുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീധർ, പ്രൊഡക്ഷൻ ഇൻചാർജ് ശ്രീധർ
എത്തിയിട്ടില്ല. രമേശ്, പ്രൊഡക്ഷൻ ഇൻചാർജ് രമേശ് എത്തിയിട്ടില്ല. ലതിക, ആക്ട്രസ് ആണ് നമ്മുടെ സിനിമയിൽ, മറ്റു കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആക്ട്രസ് ലതിക എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ടോ? ശരി, പുറകിലുണ്ട് ആൾ. ഓൾറെഡി ഇതേപോലെ തന്നെയായിരുന്നു, തിരുവിനെ പോലെ തന്നെ പുറകിൽ നിന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. ലതിക is here. അനൂപ് എത്തിയിട്ടുണ്ടോ? നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അനൂപ് സ്റ്റേജിലേക്ക് വരാം. രാജേഷ് അടിമാലി എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. And also thank you Vishnu, thank you so much for joining with us. Thank you, and please be seated over there. And next I would like to welcome Bismin Nilambur. അദ്ദേഹം നാളെ സിനിമ ഇറങ്ങുന്നതിന് ടെൻഷനിലൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പുറകിൽ നിന്ന് വളരെ കാര്യമായിട്ട് മെസ്സേജ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആൻഡ് രാജേഷ് അടിമാലി, സോളമൻ എത്തിയിട്ടുണ്ടോ? യെസ്, ഹി ഈസ് ദേർ. ചന്ദ്രിക, അടുത്തത് സോളമൻ ആണ്. അതിനുശേഷം ചന്ദ്രിക, ജയശങ്കർ, പ്രഭാത് എത്തിയിട്ടുണ്ടോ? പ്രഭാത്, സോളമൻ, പ്രഭാത് എത്തിയിട്ടില്ല. ചന്ദ്രിക ചേച്ചി കുറെ നേരമായിട്ട് എന്റെ പേര് എപ്പോഴും വിളിക്കുന്ന ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പാർവതി എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ സിനിമയിലെ മുൻപിലോ പിറകിലോ ആയിട്ട് സിനിമയോട് കൂടി ചേർന്നതിൽ ആർക്കെങ്കിലും നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വരാം. Okay, thank you sir, thank you so much. So, alright ladies and gentlemen, നമ്മളുടെ ചടങ്ങുകൾ അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. തീർച്ചയായും എൻ ജീവനെ എന്ന ചിത്രം മലയാളത്തിലും തമിഴിലും ശ്വാസമേ എന്ന പേരിൽ ഇറങ്ങുവാൻ പോകുന്ന ഈ സിനിമ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയുടെ ഓഡിയോ ട്രെയിലർ ലോഞ്ചിങ്ങിനും പ്രസ് മീറ്റിനും വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും മറ്റെല്ലാവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ആൻഡ് ഓൾസോ ഈ നേരം അത്രയും നമ്മളുടെ കൂടെ സഹകരിച്ച് എല്ലാം കൃത്യമായിട്ട് നമ്മളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ മീഡിയയിലെ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സെഷൻ ഓഫ് ഫോട്ടോ ആണ്. അപ്പൊ എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ വേദിയിലേക്ക് ഒന്നുകൂടെ കടന്നു വരാനായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ റിക്വസ്റ്റ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു ടു ഗ്യാദർ ഹിയർ ഫ്രം ദി പാർട്ട് ഓഫ് ഫിലിം. നമ്മുടെ സിനിമയിലെ ഡയറക്ടർ ജെ രാജൻ സർ, ആക്ട്രസ്, ആക്ടർ ലീല ചേച്ചി, അതുപോലെ തന്നെ മറ്റു വിശിഷ്ട അതിഥികൾ എല്ലാവരും തന്നെ ഫോട്ടോ സെഷന് വേണ്ടി വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മളുടെ പ്രൊഡ്യൂസർ SKR, S അർജുൻ കുമാർ, S ജനനി എന്നീ 3 പേർ ചേർന്ന് SBKA മൂവീസിന്റെ ബാനറിലാണ് ഈ ചിത്രം നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു വേണ്ടി നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി രാജ സാറ്
ഇപ്പോൾ വേദിയിൽ ഈ ഒരു ഫലകം ഏറ്റുവാങ്ങുകയാണ്. പ്രൊഡ്യൂസറിന്റെ അസാന്നിധ്യത്തിൽ ജെ രാജൻ സാർ ഏറ്റുവാങ്ങുകയാണ്. ഈ ഒരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ച പ്രൊഡ്യൂസേഴ്സിനും ഈ ഒരു വേദിയിൽ അവരുടെ അഭാവത്തിൽ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് മൂവിംഗ് ടു ഫോട്ടോ സെഷൻ ഓവർ ഹിയർ. I request to Arvind Venugopal and Vishnu രണ്ടുപേരും കുറച്ചുകൂടെ ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കാം. സാധിക്കുന്ന കുറച്ചുപേരൊന്ന് ഫ്രണ്ടിലൊന്ന് മുട്ടുകുത്തി നിൽക്കാവോ? നമ്മളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല സാധിക്കുന്നവർ മാത്രം ഒന്ന് ഇരിക്കുമോ? മുട്ടുകുത്തോ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, പോലെ 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 ജീവനെ അപ്പൊ തീർച്ചയായിട്ടും ഇറങ്ങുവാൻ തോന്നിയ ഒരു ചിത്രം വൻ വിജയമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുകയും ചെയ്യുകയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും തന്നെ സിനിമ കാണട്ടെ, അഭിപ്രായങ്ങൾ പറയട്ടെ. ഇനിയും ഒരുപാട് സിനിമകളുടെ ഭാഗമാകുവാനും ഒരുപാട് സിനിമകൾ നൽകുവാനും പ്രേക്ഷകർക്ക് നൽകുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എവരിവൺ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ഒത്തിരി ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ആൻഡ് ഈ ഒരു ഫോട്ടോ സെഷന് ജോയിൻ ചെയ്യാൻ പ്രസാദേട്ടനെ കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സിനിമയുടെ PRO പ്രസാദേട്ടൻ പ്ലീസ്. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഖ്യ അതിഥികൾ, സിനിമയുടെ പ്രവർത്തിച്ചവർ, സിനിമയിൽ അഭിനയിച്ചവർ തുടങ്ങിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ആൻഡ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ടീ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഹാവ് യുവർ ടീ. ആൻഡ് എല്ലാവർക്കും